നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം NIA അന്വേഷിക്കും. സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് എന്നാണ് സൂചന. നടന്നത് ചാവേർ ആക്രമണമല്ല എന്നാണ് നിഗമനം. വാഹനം ഓടിച്ചയാൾ പരിഭ്രാന്തിയിൽ സ്ഫോടനം നടത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. രാജ്യം നടുങ്ങിയ സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് അന്വേഷണം NIAക്ക് കൈമാറിയത്. സ്ഫോടനമുണ്ടായിടത്ത് NIA ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് 6 ജീവനക്കാരെ ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനമോടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ്, ഫരീദാബാദ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ, ഡോക്ടർ ഷഹീൻ തുടങ്ങിയവർ ജോലി ചെയ്തിരുന്നത് ഇവിടെയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ജമാഅത്തുൽ മൊമിനിത്താത്തിന്റെ ചുമതലക്കാരി എന്ന് കരുതുന്ന ഡോക്ടർ ഷഹീന്റെ ലക്നൌവിലെ വസതി കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ്. ഫരീദാബാദ് സംഘത്തിലെ ഡോക്ടർ അദീലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ പർവേസ് അൻസാരിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉമർ, മുസമിൽ, ആദിൽ എന്നിവർ ജമ്മു കശ്മീരിലെ പുൽവാമ സ്വദേശികളാണ്. അതിനാൽ പുൽവാമ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ നടന്നത് ചാവേർ ആക്രമണം അല്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ബോംബ് പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ആഘാതം പരിമിതപ്പെട്ടു. ഡൽഹിയിലും ഹരിയാനയിലും പുൽവാമയിലും നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് ആക്രമണം നടത്താൻ പ്രേരണയായത്. ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഉമറിന്റെയും മുസമിലിന്റെയും കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അന്വേഷണ സംഘങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഉമറിന്റെ സുഹൃത്തും ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ആളുമായ ഡോക്ടർ സജാദ് അഹമ്മദ് മാലയെ ജമ്മു കാശ്മീരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിനായി 500 അംഗ സംഘത്തെ ഡൽഹി പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടെ ഫരീദാബാദ് സെക്ടർ 56 നിന്ന് 50 കിലോയിലേറെ സ്ഫോടക വസ്തുക്കളുമായി 2 പേരെ പിടികൂടി. 24 ഡൽഹി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും സ്ഫോടനം. ഇസ്ലാമാബാദ് ജില്ലാ കോടതിക്ക് സമീപം എത്തിയ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മരണസംഖ്യ 12 ഉയർന്നു. അതേസമയം സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് രംഗത്തെത്തി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തി. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാനി താലിബാൻ സംഘടനയായ ടെഹ്രിക് ഇ താലിബാൻ തങ്ങളുടെ സായുധ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന ഖൈബർ പഖ്തൂൻഖ്വ പ്രവിശ്യയിലെ കാഡറ്റ് കോളേജിലേക്ക് ആക്രമണം നടത്തിയതും ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണം. ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിയും സെഷൻസ് കോടതികളും ഉൾപ്പെടുന്ന സമുച്ചയത്തിന് പുറത്താണ് ഉച്ചയ്ക്ക് സ്ഫോടനം നടന്നത്. മരണസംഖ്യ ഇതിനോടകം 12. സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ ടെഹ്രിക് ഇ താലിബാൻ ആണ് എന്നാണ് പാകിസ്ഥാൻ പോലീസിന്റെ നിഗമനം. ഒരു ചാവേറും മറ്റ് 5 പേരും അടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനുമായി തുടരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് സ്ഫോടനം നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന തെളിവുകളൊന്നും പുറത്തുവിടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ശബരിമല കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസു റിമാൻഡിൽ. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്വർണ്ണ കവർച്ച തുടങ്ങി റിമാൻഡ് റിപ്പോർട്ടിൽ വാസുവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. ഒന്നും പറയാനില്ലെന്ന് N വാസുവിന്റെ പ്രതികരണം. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ N വാസുവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാസുവിനായി SIT പിന്നീട് റാന്നി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. വാസുവിനെതിരെ SIT കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി. ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് ഇതുവഴി അന്യായ ലാഭവും ഉണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടെന്ന് SIT കോടതിയിൽ പറഞ്ഞു. മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയാണ് N വാസുവിനെ കുടുക്കിയത്. ഒന്നും പറയാനില്ലെന്ന് കോടതിയിൽ നിന്നിറങ്ങവേ N വാസു മാധ്യമങ്ങളോട്. അതേസമയം N വാസുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. ഇത് പിന്നീട് കോടതി പരിഗണിക്കും. 24 പത്തനംതിട്ട.
രാജ്യം ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം അധികാരം നിലനിർത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും BJP JDU സഖ്യത്തിനാണ് വിജയം പ്രവചിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. 68.79% പോളിംഗ്. ബീഹാറിൽ NDA സഖ്യം വൻ ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. 130 മുതൽ 209 സീറ്റുകൾ വരെ NDA നേടുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനം. മഹാസഖ്യത്തിന് 32 മുതൽ 108 വരെ സീറ്റുകളും പ്രവചിക്കുന്നു. മാട്രിക്സ് IANS എക്സിറ്റ് പോളിൽ NDAയ്ക്ക് 147 മുതൽ 167 വരെ സീറ്റുകളാണ് പറയുന്നത്. BJPക്ക് 65 മുതൽ 73 വരെയും JDUവിന് 67 മുതൽ 75 വരെയും സീറ്റാണ് പ്രവചിക്കുന്നത്. മഹാസഖ്യത്തിന് 70 മുതൽ 90 വരെ സീറ്റാണ് മാട്രിക്സിന്റെ പ്രവചനം. RJDക്ക് 53 മുതൽ 58 വരെയും കോൺഗ്രസിന് 12 സീറ്റ് വരെയും ഇടത് പാർട്ടികൾക്ക് 14 സീറ്റ് വരെയും മാട്രിക്സ് IANS എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. പോൾസ് ഡയറിയാണ് NDA സഖ്യത്തിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത്. 209 വരെ സീറ്റ് നേടുമെന്നാണ് പ്രവചനം. ചാണക്യയാണ് മഹാസഖ്യം 130 മുകളിൽ സീറ്റ് നേടുമെന്ന് പറയുന്ന ഏക എക്സിറ്റ് പോൾ. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് 5 സീറ്റ് വരെയും ചിരാഗ് പാസ്വാന്റെ LJPക്ക് 19 സീറ്റ് വരെയും മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടത് പാർട്ടികൾക്ക് 19 സീറ്റ് വരെയും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. PMC പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് വൈകുന്നത് മുന്നണി നേതൃത്വത്തിൽ ഉന്നയിക്കാൻ CPI. കത്ത് വൈകുന്നത് മനഃപൂർവ്വമെങ്കിൽ ഇടപെടൽ നടത്താനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. കത്തയക്കാൻ തീരുമാനിച്ച് 2 ആഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് നീക്കം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ നേട്ടം ഉറപ്പുവരുത്തണമെന്നും CPI തീരുമാനിച്ചു. വാർഡ് പുനർനിർണയത്തിൽ വർദ്ധിച്ച സീറ്റുകളിൽ ആനുപാതിക വർധന ജില്ലകളിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ ആവശ്യപ്പെടും. തദ്ദേശപ്പോര് മുറുകുന്നു. കൊച്ചി കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി സ്ഥാനാർത്ഥി തർക്കം രൂക്ഷമായി. അതിനിടെ കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിൽ BJP ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ ആകെയുള്ള 76 സീറ്റിൽ 65 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ദീപ്തി മേരി വർഗീസ്, കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ എന്നിവർ ആദ്യഘട്ട പട്ടികയിലുണ്ട്. എന്നാൽ മുൻ മേയർ സൗമിനി ജെയിൻ ആദ്യഘട്ട പട്ടികയിലില്ല. രണ്ടാം ഘട്ട പട്ടികയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാമെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. ആദ്യഘട്ടമായി 76 ഡിവിഷനിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 65 സീറ്റിൽ 40 സ്ഥാനാർത്ഥിമാരെ ആദ്യഘട്ടമായി പ്രഖ്യാപിക്കുകയാണ്. 34 സ്റ്റേഡിയം അവിടുത്തെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്. അതേസമയം പാലക്കാട് നഗരസഭയിലേക്ക് കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായില്ല. പ്രശ്നപരിഹാരത്തിന് ചേർന്ന കോർ കമ്മിറ്റിയിലും തീരുമാനമായില്ല. 2 മണ്ഡലം പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടതോടെയാണ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡ് CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. അയ്യൂബ് രാജിവെച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ 45 ഡിവിഷനുകളിലും കൊല്ലം കോർപ്പറേഷനിലെ 21 ഡിവിഷനുകളിലും BJP ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കാരപ്പറമ്പ് വാർഡിൽ മത്സരിക്കും. മേയർ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. 76 സീറ്റിൽ 45 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. 2 ദിവസത്തിനകം ബാക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിക്കും. കണ്ണൂരിൽ മുന്നണി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. അതിനിടെ കണ്ണൂർ INL ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യിൽ രാജിവെച്ച് AP അബ്ദുൽ വഹാബ് നേതൃത്വം നൽകുന്ന നാഷണൽ ലീഗിൽ ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കണ്ണൂരിൽ കളം പിടിക്കാൻ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ മുന്നണികൾ. സീറ്റ് വിഭജനം നേരത്തെ തന്നെ പൂർത്തിയാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. സീറ്റ് വിഭജനം 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് UDF നീക്കം. പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി നേരത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇടതുപക്ഷം. ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായി. 25 ഡിവിഷനുകളിൽ 16ഇടത്ത് CPIM മത്സരിക്കും. 3 സീറ്റിൽ CPI മത്സരിക്കും. ബാക്കി വരുന്ന 6 സീറ്റുകൾ മറ്റ് ഘടകകക്ഷികൾക്ക് നൽകി. കോർപ്പറേഷനിലും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയും നടന്നുവരികയാണ്. മികച്ച വിജയം ഈ വർഷവും ജില്ലാ പഞ്ചായത്തിലും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്.
UDF-ൽ പഞ്ചായത്ത് നഗരസഭാ സീറ്റ് വിഭജനം പകുതിയിലേറെ പൂർത്തിയായി. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില ഡിവിഷനുകൾ വച്ചുമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 2 ദിവസത്തിനകം അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. BJP ഘടകകക്ഷികളുമായി ചർച്ച നടത്തിവരികയാണ്. ജനപ്രതിനിധികളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാൻ ജയസാധ്യത പരിഗണിച്ച് സ്ഥാനാർത്ഥികളെ ഇറക്കാനാണ് തീരുമാനം. അതേസമയം SDPI, വെൽഫെയർ പാർട്ടി എന്നിവർ അവരവരുടെ സ്വാധീന മേഖലകളിൽ കരുത്തരെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. 24 കണ്ണൂർ. പാട്ടുപാടിയും മിമിക്രി അവതരിപ്പിച്ചും വോട്ട് അഭ്യർത്ഥിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി T. പ്രശാന്ത്. 72-ാം വാർഡിൽ നിന്നാണ് പ്രശാന്ത് ജനവിധി തേടുന്നത്. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാശിയേറിയ മത്സരമാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്നത്. യുവനിരയെ ഇറക്കിക്കൊണ്ടാണ് UDF ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നത് അത്താണിക്കൽ നിന്നുള്ള T. പ്രശാന്താണ്. പ്രശാന്ത് ഒരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് വോട്ടുപിടുത്തമൊക്കെ? വോട്ടുപിടുത്തമൊക്കെ വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചു, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നല്ല പ്രതികരണമാണ് എല്ലാ ഇടത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പം ബൂത്തിലും അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിലൊക്കെ എല്ലാ പ്രവർത്തകരും സജീവമായി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും തീർച്ചയായിട്ടും 72-ാം വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു ഇവിടുന്ന് എന്നെ വിജയിപ്പിച്ച് കൗൺസിലിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. കലാകാരനാണ്, പാട്ടൊക്കെ പാടിയാണ് വോട്ട് പിടിക്കുന്നത്. അതെ, പാട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞ ഇവിടുത്തെ വികസനം, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള കോർപ്പറേഷൻ്റെ കെടുകാര്യസ്ഥത, അങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെയാണ് ഊന്നി സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയ്ക്ക് നമ്മളൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തിരിച്ചറിയുന്ന ആളുകൾ പറയുമ്പോൾ നമുക്ക് പാടാതെ പോയാലും അത് പ്രശ്നമാണ്. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് ദിക്കിലും മുക്കിലും ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞതിന് കാരണം നമ്മൾ മലയാളി. പെട്രോൾ പമ്പിൽ ബംഗാളി, ഇന്ന് പെട്ടിക്കടയിൽ ബംഗാളി, തട്ടുകടയിലും ബംഗാളി, ദേ പുട്ടുകടയിലും ബംഗാളി. അത് മലയാളികളെ മോശമാക്കിയിട്ട് എഴുതിയതല്ല. മലയാളികൾക്ക് നമ്മുടെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, പണിക്ക് പോകുന്ന ഒരു മടി, അത് നമ്മൾ അതിലൂടെ ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അതുപോലെ ഒരു മിമിക്രി കലാകാരൻ കൂടിയാണ്. മിമിക്രി കലാകാരനാണ്. 1-2 അനുകരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാലിൻ്റെ ശബ്ദം. അവളോർത്തോടാ കാര്യം എന്തൊക്കെയാലും ഈ 72-ാം വാർഡ് ഇത്തവണ UDF തിരിച്ചു പിടിക്കും, നീ കണ്ടോടാ. പിന്നെ അരിശേഷനാണ് അതന്നെ തെരഞ്ഞെടുത്ത് 4 പേരും കണ്ടു വരുന്നുണ്ട്. മത്സ്യകന്യകയല്ല മത്സ്യകന്യകൻ. എന്തൊക്കെയായാലും അവരിപ്പോൾ വലിയ നിലയിൽ, ഞാൻ എന്ത് നിലയിലെത്തിയാലും ഞാൻ ഈ നാട്ടുകാരോടൊപ്പം ഈ 72-ാം വാർഡ് എൻ്റെ സ്വന്തമാണ്. നരസിംഹത്തിലെ മമ്മൂക്കെ നന്നായിട്ട് ചെയ്യാറുണ്ടല്ലേ? ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ കറുത്ത മറവിട്ട് പുറത്തു വരും, അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, ഷാൾ ഐ റിമൈൻഡ് യു സംതിങ്? ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് ആൻ ഓഫീസർ. ഐ പിറ്റി യു ഫോർ ദ ഡേർട്ടി ഗെയിം യു ഹാവ് പ്ലേഡ് ഇൻ ദിസ് കേസ്. ദാറ്റ്സ് ഇഫ് എ മാനിക്കുലേറ്റർ. അപ്പോൾ പ്രശാന്തിൻ്റെ പ്രചാരണം തുടങ്ങട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളിക്കൊണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. വയനാട് പൂതാടിയിൽ കോൺഗ്രസിൽ നിന്ന് ജനപ്രതിനിധികൾ രാജിവെച്ചു. വാർഡ് മെമ്പർമാരായ MV രാജൻ, തങ്കച്ചൻ നെല്ലിക്കയത്ത് എന്നിവരാണ് രാജിവെച്ചത്. പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസം മടുത്തെന്ന് രാജൻ 24നോട് പറഞ്ഞു. നിലവിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് പോലും കൊണ്ട് മാത്രമാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത്. എനിക്ക് എൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ പിന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു എന്താ പറയുക, നമ്മൾ ജോസേട്ടനാവാൻ താല്പര്യമില്ലാത്തത് ആ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന എനിക്ക് തോന്നിയാണ്. അവർക്ക് നമ്മൾ എടുക്കപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ ഞാൻ എന്തായാലും രാജിവെച്ച് പോകുന്ന പക്ഷേ 2 വർഷം മുന്നേ തന്നെ രാജിവെക്കണം തീരുമാനിച്ചതായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ തെരഞ്ഞെടുത്ത ആളോട് എനിക്കൊരു കടപ്പാടുണ്ടാകുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം രാജിവെക്കാൻ തീരുമാനിച്ചത്. അഴിമതി ചോദ്യം ചെയ്തതോടെ പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടെന്നാണ് തങ്കച്ചൻ നെല്ലിക്കയത്ത് പ്രതികരിച്ചത്. പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ അവഗണനയാണ് നേരിടുന്നത്. കാരണം 41 വർഷമായി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ഈ പാർട്ടിയിലെ ഒരു നേതൃസ്ഥാനത്തേക്കോ അങ്ങനെയുള്ള ഒരു സ്ഥാനമാനങ്ങളോ ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പാർട്ടിയിൽ നിന്നത്. എല്ലാവർക്കും ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന് അധീനമായി നിൽക്കുന്ന ആളെ പാർട്ടിയിൽ അടുപ്പിക്കില്ല. സത്യം വിളിച്ചു പറയുന്നവനും പാർട്ടിയിൽ സ്ഥാനമില്ല. സത്യസന്ധമായ നിലപാടെടുക്കുന്ന ആൾക്ക് പോലും പാർട്ടിയിൽ സ്ഥാനമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൂതാടി കോൺഗ്രസിലുള്ളത്. INUC ജില്ലാ സെക്രട്ടറി PJ ഷാജിയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത് വിവരങ്ങൾ. ഉന്മേഷ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ രാജികൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വാർഡ് അംഗങ്ങളാണ് രാജിവെച്ചിരിക്കുന്നത്. ചീയമ്പം 5-ാം വാർഡിലെ മെമ്പറായിട്ടുള്ള രാജൻ, അതോടൊപ്പം തന്നെ 19-ാം വാർഡിലെ മെമ്പറായിട്ടുള്ള തങ്കച്ചൻ നെല്ലിക്കയത്ത് എന്നിവരാണ് രാജിവെച്ചത്. ജനപ്രതിനിധി സ്ഥാനവും പാർട്ടി അംഗത്വവും ഇവർ രാജിവെച്ചിട്ടുണ്ട്. പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസം മടുത്തു എന്നാണ് രാജൻ 24നോട് പറയുന്നത്. മറ്റൊരു ജോസ് നെല്ലേടം ആകാൻ താല്പര്യമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഴിമതി ചോദ്യം ചെയ്തതോടെ
പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു എന്ന് തങ്കച്ചൻ നെല്ലിക്കയത്ത് 24 പറഞ്ഞു. 41 വർഷം പ്രവർത്തിച്ച പാർട്ടി തന്നോട് നീതി കാണിച്ചില്ല, മണ്ഡലം കമ്മിറ്റി അംഗത്വം പോലും നൽകാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് രാജിവെച്ചതെന്നാണ് തങ്കച്ചൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഐഎൻടിയുടെ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള PJ ഷാജിയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ രാജി വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ്. BJP A+ മണ്ഡലം എന്നുള്ള തരത്തിൽ വിലയിരുത്തിയ A+ പഞ്ചായത്ത് എന്ന തരത്തിൽ വിലയിരുത്തിയ പ്രദേശമാണ് പൂതാടി. അവിടെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ നിലനിൽക്കുകയും രാജി നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ അലട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലാണ് കാര്യങ്ങൾ മാറുന്നത്. ശരി, സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സൈനികരുമായി അസർബൈജാനിൽ നിന്ന് പുറപ്പെട്ട ടർക്കിഷ് വിമാനം C-130 തകർന്നു വീണു. അസർബൈജാൻ ജോർജിയ അതിർത്തിയിൽ വെച്ചാണ് 20 സൈനികരുമായി വന്ന വിമാനം തകർന്നു വീണത്. മരിച്ച സൈനികർക്ക് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ അനുശോചനം രേഖപ്പെടുത്തി. എത്ര പേരാണ് അപകടത്തിൽ മരിച്ചത് എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. തുർക്കി തലസ്ഥാനമായ അങ്കാരയിൽ നടത്തിയ പ്രസംഗത്തിനിടെ അപകട വിവരം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് പേഴ്സണൽ സ്റ്റാഫ് എർദോഗൻ നൽകുകയായിരുന്നു. ദൈവത്തിന്റെ സഹായത്താൽ ഞങ്ങൾ ഈ അപകടത്തെ അതിജീവിക്കുമെന്നും രക്തസാക്ഷികളായ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമാണ് എർദോഗൻ പറഞ്ഞത്. അസർബൈജാൻ ജോർജിയ അധികൃതരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തൃശൂർ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം എന്ന് പരാതി. അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സ്ഥിരമായി ക്ലാസ്സിൽ മദ്യപിച്ചെത്തി ലൈംഗിക അതിക്രമം നടത്തുന്നുവെന്നായിരുന്നു 6 വിദ്യാർത്ഥികൾ സർവകലാശാല അധികൃതർക്ക് നൽകിയ പരാതി. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ കനകകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പരാതി ചെറുതുരുത്തി പോലീസിന് കൈമാറി. കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇന്ന് പുലർച്ചെ അധ്യാപകനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. വിദ്യാർത്ഥികളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്പർശിച്ചുവെന്നും ദേഹനിന്ദ നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിലാണ് പോക്സോ കേസെടുത്തത്. കനകകുമാർ ഒളിവിൽ പോയതായാണ് വിവരം. 24 തൃശൂർ. കാസർഗോഡ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ അമിതമായ നിലയിൽ ഗുളികകൾ കഴിച്ച നിലയിൽ കണ്ടെത്തി. നീലേശ്വരം കരിന്തളം ഡിസ്പെൻസറിയിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായ PA അനിൽകുമാറിനെയാണ് അവശ നിലയിൽ കണ്ടെത്തിയത്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കുമാർ മാനസികമായി പീഡിപ്പിച്ചെന്ന കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പീഡനത്തെക്കുറിച്ച് അനിൽകുമാർ പറഞ്ഞിരുന്നുവെന്ന് ബന്ധു സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. ഒരാൾക്ക് സാധാരണ ഒരു ഓഫീസിന് ചാർജ് ഒക്കെ ഉണ്ട്. ഇത് 3 ഓഫീസിന്റെ ചാർജും ഉണ്ട്. 4ാമതൊരു DD ഓഫീസിന്റെ ചാർജ് എക്സ്ട്രാ ഉണ്ട്. ഇപ്പം പിന്നെ പുതിയതായിട്ട് 70 കിലോമീറ്റർ ദൂരെ ഒരു ഗോഡ് ഫാം തുടങ്ങുന്നതിൻ്റെ ഫുൾ ചാർജ് എടുത്തേ മതിയാവും എന്ന് പറഞ്ഞുകൊണ്ട് കർശന നിർദ്ദേശത്തിൽ ആരുടെയൊക്കെയോ സമ്മർദ്ദത്താൽ ഒരു ഓർഡർ കൂടി വന്നിട്ടുണ്ട്. അതിൽ പ്രേരണ കുറ്റം പറയുന്നുണ്ട് അവരുടെ സംഘടനയിലെ ഒരു വ്യക്തിൻ്റെ. അല്ല, സമ്മർദ്ദം തന്നെയാണെന്നാണ് പറയുന്നത്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 10 മാനുകളെ തെരുവ് നായ കടിച്ചു കൊന്നു. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. 2 ആഴ്ച മുമ്പാണ് ഏറെ കൊട്ടിയാഘോഷിച്ച പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത്. പാർക്കിന്റെ സുരക്ഷാ വീഴ്ച വെളിപ്പെടുത്തുന്നതാണ് ഇന്നലെ രാത്രി നടന്ന സംഭവം. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 10 മാനുകളാണ് ചത്തത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദി G കൃഷ്ണന്റെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് സംഭവം അന്വേഷിക്കുക. ഞങ്ങൾ ഈ ഉദ്ഘാടന നാടകം നടത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. 2 മനുഷ്യർ ഇതിൻ്റെ ഉള്ളിൽ മരിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അപ്പോൾ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ 10 വർഷം മുമ്പ് പണിത കൂടുകളുടെ സെൻട്രൽ PWDയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് വാങ്ങിയിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർക്കിന് മുന്നിൽ മാർച്ച് നടത്തി. സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാക്കാതെ പാർക്ക് ഉദ്ഘാടനം നടത്തിയെന്നാണ് ആരോപണം. മാനുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. 24 തൃശൂർ. തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. മ്യൂസിയം വളപ്പിൽ രാവിലെ നടക്കാനിറങ്ങിയവരെയാണ് തെരുവുനായ കടിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെ മൃഗശാല വളപ്പിലെ നായ്ക്കളെ പിടികൂടി ക്വാറന്റൈൻ സെന്ററിലാക്കി. ആളുകളെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മ്യൂസിയം വളപ്പിൽ പ്രഭാത നടത്തത്തിനെത്തിയവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പരിക്കേറ്റ 5 പേർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മൃഗശാല വളപ്പിലെ തെരുവുനായ് ശല്യത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് പൊതുജനങ്ങൾ. സമാധാനമായിട്ട് നടക്കാൻ വരുന്നൊരു സ്ഥലമാണ് ഇത്. ഇവിടെ ദിവസവും ഇതുപോലെ തന്നെ പട്ടികളെ, കൊച്ചുകുട്ടികളെ കണ്ടാലും സ്ത്രീകളെ കണ്ടാലും അതിന്റെ പിന്നാലെ ഓടും. നമ്മളെയൊക്കെ ആണെങ്കിൽ നമ്മളതിനെ പ്രതികരിക്കും. നടക്കാൻ വരുമ്പോൾ ഇത്തിരി സമാധാനമായിട്ട് നടക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയും മര്യാദയ്ക്ക് നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ഇരിക്കുന്നത്. പുറത്തുനിന്നെത്തിയ നായ മൃഗശാലയ്ക്കുള്ളിലെ തെരുവുനായ്ക്കളെ കടിക്കുകയും ചെയ്തു.
പേവിഷബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ സാമ്പിൾ പാലോടേക്ക് അയച്ചു. മ്യൂസിയം വളപ്പിലെ നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുമെന്ന് മ്യൂസിയം വെറ്റിനറി ഡോക്ടർ നികേഷ് കിരൺ 24-നോട് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാക്കി കടി കിട്ടിയെന്ന് പറയുന്ന എല്ലാ നായ്ക്കളെയും വാക്സിനേറ്റ് ചെയ്യുന്നതാണ് അടുത്ത നടപടി. എന്തായാലും ഇന്ന് ഡയറക്ടർ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് തീരുമാനമാകുന്ന അനുസരിച്ചായിരിക്കും അത്തരം നടപടികൾ എടുക്കുക. 24 വാർത്തയ്ക്കു പിന്നാലെ മൃഗശാല വളപ്പിലെ നായ്ക്കളെ നഗരസഭാ അധികൃതരെത്തി പിടികൂടി പേട്ടയിലെ ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റി. നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുകയും 21 ദിവസം ക്വാറന്റൈനിൽ വെക്കുകയും ചെയ്യും. മൃഗശാല വളപ്പിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിലക്കാൻ മൃഗശാല ഡയറക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗം തീരുമാനിച്ചു. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനാലാണ് നടപടി. 24 തിരുവനന്തപുരം. വയനാട് മുണ്ടക്കൊല്ലിൽ കരടിയിറങ്ങി. ചീരാലിനടുത്തുള്ള പ്രദേശത്താണ് കരടിയെ കണ്ടത്. കരടിയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് ഫറൂഖ് ചുങ്കത്ത് വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് 4 അതിഥി തൊഴിലാളികൾക്ക് പരിക്ക്. ഫറൂഖ് നഗരസഭയുടെ ഓട പൊളിക്കുമ്പോഴാണ് തൊട്ടടുത്ത മതിൽ ഇടിഞ്ഞു വീണത്. ഫറോക്ക് നഗരസഭയുടെ ഓട പൊളിക്കുന്നതിനിടെ അതിനോട് ചേർന്ന വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 6 ബീഹാർ സ്വദേശികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. 4 പേരുടെ ശരീരത്തിലേക്കാണ് മതിൽ വീണത്. 2 പേർ രക്ഷപ്പെട്ടു. കുറച്ച് പഴക്കമുള്ള മതിലായിരുന്നു. അപ്പോൾ ആ മതിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് മറിഞ്ഞപ്പോൾ ആ പണിക്കാർ ആ സമയത്ത് ഡ്രെയിനേജിലായിരുന്നു. ഡ്രെയിനേജിന്റെ സൈഡാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ആ കല്ലും ആ മണ്ണും ഒക്കെ പാടെ അവരെ മേത്തേക്ക് വീണു. പരിക്കേറ്റ 4 പേരെ ഫറോക്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ കനത്ത മഴയിൽ പാറശാല പരശുവക്കലിൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. മതിലിനോട് ചേർന്ന് പുതിയ 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപകടം. നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകടമുണ്ടായത്. 24 കോഴിക്കോട്. 4ാമത് നിക്ഷേപക വ്യാപാരി സംഗമം സംഘടിപ്പിച്ച് എൻട്രി ഫിൻ അക്കാദമി. മാർക്കറ്റ് ഫീഡിന്റെ ഫൗണ്ടറും സിഇഒയുമായ ഷാരിഖ് സംസുദ്ദീൻ ഫിൻ അക്കാദമിയോടൊപ്പം കൈകോർത്തതിന് ശേഷം നടന്ന ആദ്യ ഇവന്റിൽ 350ഓളം പേർ പങ്കെടുത്തു. മണി ടോക്സ് എന്ന പേരിൽ പാനൽ ഡിസ്കഷൻ നടന്നു. ഷാരിഖ് സംസുദ്ദീൻ, എൻട്രി ആപ്പിന്റെ സിഇഒ മുഹമ്മദ് ഹിസാമുദ്ദീൻ, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് സുജിത് എസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ പ്രമുഖ ലേണിംഗ് പ്ലാറ്റ്ഫോമായ എൻട്രി ആപ്പിന്റെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗമാണ് എൻട്രി ഫിൻ അക്കാദമി. തിരുവനന്തപുരത്തെ ടെക്കികളുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ക്വിസ എന്ന പേരിൽ ഡിസംബർ 6-ന് ടെക്നോ പാർക്കിലെ ട്രാവൻകൂർ ഹാളിലാണ് പരിപാടി. കേരളത്തിലെ എല്ലാ IT ജീവനക്കാർക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിൽ ഇത്തവണ AI മൈക്രോ ഫിലിം കണ്ടസ്റ്റും റീൽസ് കോമ്പറ്റീഷനും ഉണ്ടാകും. കേരളത്തിൽ ആദ്യമായിട്ടാണ് വിപുലമായ ഫിലിം കോമ്പറ്റീഷൻ ടെക്കികൾക്കായി നടത്തുന്നത്. ലേറ്റ് എഡിഷൻ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.